പതിവ് പോലെ ഇന്ദിര ഗാർഡനിൽ ചെടി നനച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ആ യൂബർ കാർ വീട്ടുമുറ്റത്തേക്ക് വന്ന് നിന്നത്. സംശയത്തോടെ ഇന്ദിരയും മാധവനും ആ കാറിന് നേർക്ക് നോക്കിയതും പെട്ടെന്നായിരുന്നു ശ്രീനന്ദ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അവരിരുവരും പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കി. കാറ് ആ മുറ്റം വിട്ടകന്നതും ശ്രീനന്ദ നേരെ മാധവനും ഇന്ദിരയ്ക്കും അടുത്തേക്ക് വന്നു. എന്തുറ്റി മോളെ, അഥർവ് വന്നില്ലേ ഇന്ന് നിന്നെ കൂട്ടാന്? ഇല്ലമ്മേ, ഏട്ടൻ ഇന്ന് എന്തോ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഏട്ടൻ ഇന്ന് വരാൻ പറ്റില്ലെന്ന്. ആണോ? ഓക്കെ. ആരെങ്ങോട്ടും വന്നില്ലേ അമ്മേ? അവനിന്ന് നേരത്തെ വന്നു മോളെ. ഇത് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം അകത്തിരുന്ന് ടി വി കാണുന്നു. അതൊക്കെ പോട്ടെ, മോളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നെല്ലാം നന്നായി എഴുതിയില്ലേ? എഴുതിയമ്മേ, ഞാൻ പഠിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് എക്സാം നല്ല ഈസി ആയിരുന്നു. നാളെ മോൾക്ക് എക്സാം ഉണ്ടോ? ഇല്ല, ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെന്തായാലും നന്നായി. പഠിച്ചു വെച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടുമല്ലോ. ഒരു കാര്യം ചെയ്യുക, മോൾ അകത്തേക്ക് പോയി ഫ്രഷായി താഴേക്ക് വാ. അപ്പോഴേക്കും അമ്മ ചായ എടുക്കാം. ശരിയമ്മേ. ശ്രീനന്ദ അകത്തേക്ക് കയറിയതും ഇന്ദിര വീണ്ടും ചെടി നനയ്ക്കൽ തുടർന്നു. എടോ, താൻ ആ ഹോസിങ് ഇതാ, എന്നിട്ട് മോൾക്ക് പോയി കോഫി എടുത്തോ. ഇത് ഞാൻ നനച്ചോളാം. മാധവൻ അത് പറഞ്ഞതും ഇന്ദിര ഹോസ് മാധവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അകത്തേക്ക് ചെന്നു. ശ്രീനന്ദ കോഫി കുടിയൊക്കെ കഴിഞ്ഞ് ഏറെ നേരം ആര്യനൊപ്പം ലിവിംഗ് റൂമിൽ തന്നെ ഇരുന്ന ശേഷം പഠിക്കാനെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി. സമയം ഏകദേശം 8 മണിയായിട്ടും അഥർവ് വന്നില്ല. സാധാരണ അവനൊരു 6:30 ആവുമ്പോൾ വരാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനോടെ ശ്രീനന്ദ ഫോണെടുത്ത് അഥർവിനെ വിളിച്ചു. ഹലോ ഏട്ടാ, ഏട്ടനിത് എവിടെയാ? അവൻ കോളെടുത്ത പാള് അവൾ ആദ്യം അതാണ് ചോദിച്ചത്. ആ നന്ദ, എടോ ഞാനിന്ന് കുറച്ച് ബിസിയാ, വരാൻ അല്പം ലേറ്റ് ആവും. താനൊരു കാര്യം ചെയ്യ, ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ശരിയേട്ടാ. അല്പനേരം ആണെങ്കിൽ പോലും അതിർവടുത്തില്ലാത്തത് അവളിൽ ഒരു വല്ലാത്ത അസ്വസ്ഥത പടർത്തി. കലങ്ങി മറിഞ്ഞ മനസ്സോടെയാണ് ശ്രീനന്ദ താഴേക്ക് ഇറങ്ങിച്ചെന്നത്. ആഹാ, മോള് വന്നോ? വാ, ഇരിക്ക്, ആഹാരം കഴിക്ക്. ആദർവിപ്പോ വിളിച്ചിരുന്നു. അവൻ വരാൻ അല്പം ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. നമ്മളോട് കഴിച്ചിട്ട് കിടന്നോളാനാ പറഞ്ഞത്. അതിർവില്ലാത്തത് കൊണ്ട് തന്നെ ഒരു താല്പര്യമില്ലായ്മ ശ്രീനന്ദയുടെ എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിച്ചു. അത് ഇന്ദിര പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. അതൊക്കെ കാണുകെ അവർക്ക് മനസ്സിൽ ഒരു പുഞ്ചിരിയാണ് വന്നത്. മോള് കഴിക്കുന്നില്ലേ? ഭക്ഷണം വിളമ്പി വെച്ച് എന്തോ ആലോചനയോടെ ഇരിക്കുന്ന ശ്രീനന്ദയെ നോക്കി ഇന്ദിര ചോദിച്ചതും ഞെട്ടലോടെ അവൾ പ്ലേറ്റിലേക്ക് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് താൻ ഇത്ര നേരവും ഭക്ഷണം വിളമ്പി വെച്ചിട്ട് മറ്റെന്തൊക്കെയോ ഓർത്തിരിക്കുവാണെന്ന്. പിന്നെ അവൾ ഒരുവിധം എടുത്ത ഭക്ഷണം എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തു. ആന്റി, ഞാനിന്ന് അച്ചമ്മയുടെ കൂടെയാ കിടക്കുന്നേ. പെട്ടെന്ന് ആര്യൻകുട്ടൻ പറഞ്ഞതും ശ്രീനന്ദ ഞെട്ടലോടെ അവനെ നോക്കി. അതെന്താ ആര്യൻകുട്ട? പ്ലീസ്, ഇന്നൊരു ദിവസം ആന്റിയുടെ കൂടെ കിടക്ക്. അവൾ വെറുതെ വാശി പിടിച്ചു. കുഴപ്പമില്ല മോളെ, അവൻ ഇവിടെ കിടക്കണമെങ്കിൽ കിടന്നോട്ടെ. അതിർവ് വരുന്നതുവരെ ഒറ്റയ്ക്ക് കിടക്കാൻ മോൾക്ക് പേടിയുണ്ടോ? പെട്ടെന്ന് ഇന്ദിര ചോദിച്ചതും അവൾ വിലങ്ങിനെ തലയാട്ടി. എങ്കിൽ പിന്നെ മോള് വേഗം പോയി കിടന്നു. നാളെ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കാനുള്ളതല്ലേ. അവൾ ഒന്നും മിണ്ടിയില്ല. തല കുലുക്കിക്കൊണ്ട് കഴിച്ച പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. ബെഡിൽ ചെന്ന് കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. എന്തൊക്കെയോ ആലോചിച്ച് രാത്രി ഏറെ വൈകിയാണ് അവൾ ഉറങ്ങിയത്. അതിർവ് അതൊരു കോൺഫറൻസ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു ആ സമയം. ഫുഡൊക്കെ കഴിച്ച് അവൻ വീട്ടിലേക്ക് വന്നത്. വരുമ്പോൾ ഉറങ്ങാതെ ഇന്ദിര കാത്തിരിക്കുന്നുണ്ട്. അമ്മ കിടന്നില്ലേ ഇതുവരെ? എങ്ങനെ കിടക്കാനാ? നീ വരാതെ എനിക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുമോ? അതുകൊള്ളാം. ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ അമ്മയോട് കിടന്നോളാന്. ഞാൻ വരുമ്പോൾ വിളിക്കാന്ന്. അങ്ങനല്ലടാ. കിടന്നിട്ട് ഒരു ഉറക്കം വന്നില്ല. അതിർവ് ഇന്ദിരയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി. നന്ദി, ആര്യൻകുട്ടൻ ഉറങ്ങിയോ? ആര്യൻകുട്ടൻ ഉറങ്ങി. നന്ദമോൾ ഉറക്കും. ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ടാകും. അവൻ കണ്ണു ചുരുക്കി അവരെ നോക്കി. ആര്യൻകുട്ടൻ ഇന്ന് ഞങ്ങൾക്കൊപ്പം കിടക്കണമെന്ന് പറഞ്ഞു വാശി. പിന്നെ അവൻ ഇവിടെ താഴെയാ കിടന്നത്. അപ്പൊ നന്ദി ഒറ്റയ്ക്കാണോ മുകളിലേക്ക് പോയത്? അതെ. അതിർവ് വേഗം മുകളിലേക്ക് ചെന്നു. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ശ്രീനന്ദയാണ്. പുതിച്ചിരുന്ന ബ്ലാങ്കറ്റൊക്കെ ചവിട്ടിക്കൂട്ടി കാൽക്കീഴിലിട്ടിട്ട് ഇരു കൈയും കവിളിനടിയിൽ വെച്ച് സുഖമായിട്ട് ഒരു വശം ചെരിഞ്ഞു കിടന്നുറങ്ങുകയാണ് ആള്. അതിർവ് അല്പനേരം അവളുടെ ആ കിടപ്പ് നോക്കി നിന്നു. എന്തോ വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോയി അവന് ആ നിമിഷം അവളോട്. മെല്ലെ അടുത്തേക്ക് ചെന്നിരുന്നുകൊണ്ട് കവിളിലേക്ക് വീണ് കിടക്കുന്ന അവളുടെ മുടിയിഴകൾ വകഞ്ഞു മാറ്റി കാതിന്റെ പിന്നിലേക്ക് വെച്ചു. അവന്റെ കരസ്പർശം അറിഞ്ഞ് അവളൊന്ന് മൂളിക്കൊണ്ട് ചെരിഞ്ഞു കിടന്നു. പിന്നെ അതിർവ് അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ നേരെ പോയി വേഷമൊക്കെ മാറി ഫ്രഷായി വന്ന ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു.
ഉറക്കത്തിനിടയിൽ എപ്പോഴോ ശ്രീനന്ദ ഒന്ന് കുറുകിക്കൊണ്ട് തിരിഞ്ഞ് അഥർവിന്റെ അടുത്തേക്ക് വന്ന് അവനെ ഒരു കൈയെടുത്ത് ചുറ്റിപ്പിടിച്ചു. എന്നും ആര്യൻകുട്ടനാണല്ലോ അവൾക്കരികിൽ കിടക്കാറുള്ളത്. അവരിരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. ആ ഓർമ്മയും ചെയ്തതാകും. അഥർവ് മനസ്സിലോർത്തു. പിന്നെ അവളെ ഉണർത്താതെ തന്നെ മെല്ലെ അവനും അവളെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു കിടന്നു. പതിയെ പതിയെ അവനും ഉറക്കത്തിലേക്ക് വഴുതി മാറി. കുറേ ദിവസമായിട്ട് പഠിത്തം തന്നെ ആയതുകൊണ്ടാണ് നന്ദ ഒരുപാട് നേരം കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെയായിരുന്നു അഥർവ് വന്നതുപോലും അവൾ അറിയാഞ്ഞത്. രാത്രി താമസിച്ച് കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ അഥർവ് എഴുന്നേക്കാനും വൈകിയിരുന്നു. പക്ഷെ എന്നത്തേതിൽ നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് ശ്രീനന്ദ അന്ന് അതിരാവിലെ ഉണർന്നു. തന്റെ ദേഹത്തോട് പറ്റിച്ചേർന്ന് കിടന്ന അഥർവിന്റെ കൈകൾ മെല്ലെ അടർത്തി മാറ്റി. മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഇന്ദിരയും ഉണർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം. ആഹാ, മോൾ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? ആ അമ്മേ, രാത്രി നേരത്തെ കിടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. രാവിലെ പെട്ടെന്ന് ഉറക്കം ഉണർന്നു. ആര്യൻകുട്ടൻ ഉറങ്ങണോ അമ്മേ? അവൻ നല്ല സുഖം ഉറക്കം. ഇന്ദിര നേരെ അടുക്കളയിലേക്ക് നടന്നു. ഇന്ന് എന്താ അമ്മേ ബ്രേക്ക്ഫാസ്റ്റിന്? ചപ്പാത്തി ഉണ്ടാക്കാം. മോളെ, എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ടാക്കാൻ ചപ്പാത്തി. അതും പറഞ്ഞുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാവെടുത്തിട്ടു. അവിടെ ഇട്ടിരുന്ന ചെയറിലിരുന്നു കൊണ്ട് അത് നനയ്ക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് നന്ദ ഓരോരോ ജോലികൾ ചെയ്യുന്നത്. ശ്രീനന്ദ അങ്ങനെ അധികം ജോലികളൊന്നും അവിടെ ചെയ്തിട്ടില്ല. ഇന്ദിര ചെയ്യിപ്പിച്ചിട്ടില്ലെന്ന് പറയുന്നാവും കൂടുതൽ ശരി. സഹായത്തിന് ഭവാനിയമ്മ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ദിരയ്ക്കും ഭവാനിയമ്മയ്ക്കും ചേർന്ന് ചെയ്യാവുന്ന ജോലികളൊക്കെ ഉണ്ടായിരുന്നുള്ള ആ വീട്ടിൽ ശ്രീനന്ദ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായി വന്നാൽ തന്നെ ഇന്ദിര അവളോട് പോയിരുന്നു പഠിക്കുന്നു പറഞ്ഞ് അവളെ അടുക്കളയിൽ നിന്ന് പറഞ്ഞു വിടാറാണ് പതിവ്. പെട്ടെന്ന് തന്നെ ശ്രീനന്ദ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കി. ആ നേരം കൊണ്ട് ഇന്ദിര കറിയും വെച്ചു. രാവിലെ തന്നെ വീട്ടിലെ ജോലികളെല്ലാം ഒതുങ്ങി. ആര്യൻകുട്ടന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ഇന്ദിര അവനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു. ശ്രീനന്ദ അവന് കൊണ്ടുപോകാനുള്ള ലഞ്ചും സ്നാക്സും ഒക്കെ എടുത്തു വെച്ചു. ആ സമയത്താണ് അഥർവ് താഴേക്ക് വന്നത്. ആഹാ, നീ ഉണർന്നായിരുന്നോ? ഇന്ന് ഓഫീസിൽ പോവണ്ടേ? പോണം. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടേ പോകുന്നുള്ളൂ. ആണോ? ദാ നന്ദമോള് കിച്ചണിലുണ്ട്, നീ ചെല്ല്. കോഫി അവളെടുത്ത് തരും. ഇന്ദിര പറഞ്ഞുകൊണ്ട് വീണ്ടും ആര്യനെ ഭക്ഷണം കഴിപ്പിക്കാൻ തുടർന്നു. അഥർവ് കിച്ചണിലേക്ക് ചെന്ന് ചുറ്റും നോക്കി. ശ്രീനന്ദ എന്തോ കാര്യമായി ആലോചിച്ചുകൊണ്ട് ആര്യൻകുട്ടന്റെ സ്നാക്ക് ബോക്സിലേക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുന്ന തിരക്കിലാണ്. അഥർവ് അടുക്കളയിലേക്ക് വന്ന് നിന്നതൊന്നും അവൾ അറിഞ്ഞില്ല. അവ മെല്ലെ പിന്നിലൂടെ ചെന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് ശ്രീനന്ദ ഒന്ന് ഞെട്ടി. ഫ്രൂട്ട്സ് അരിഞ്ഞുകൊണ്ടിരുന്ന കത്തി ചെറുതായിട്ട് അവളുടെ വിരലിലേക്ക് ചേർന്നു. രക്തം പൊടിഞ്ഞു. അഥർവ് വല്ലാത്തൊരവസ്ഥയിലായി. സത്യത്തിൽ അവൻ അങ്ങനെയൊന്നും പ്രതീക്ഷയില്ല. ശ്രീനന്ദ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് വന്നതാണ്. വിരൽ മുറിഞ്ഞതും ശ്രീനന്ദ ഉറക്ക വിളിച്ചു. പെട്ടെന്ന് അഥർവ് അങ്ങോട്ടേക്ക് നോക്കി. ശ്രീനന്ദയുടെ വിളികേട്ട് ഇന്ദിരയും ഓടി വന്നു. എന്തു പറ്റും മോള്? എന്താ? അത് പിന്നെ കത്തി കത്തി ചെറുതായിട്ടൊന്ന് കയ്യിൽ കൊണ്ടു. ശ്രീനന്ദ ചെറിയ വിക്കലോടെ പറഞ്ഞു. അഥർവാണെങ്കിൽ ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുവാണ്. അഥർവ്, നീ എന്തു നോക്കി നിൽക്കുക? മോളുടെ കൈ കഴുകിയിട്ട് എന്തെങ്കിലും മരുന്ന് പുരട്ടി കൊടുക്ക. രക്തം മറന്നു പോകുന്ന കണ്ടില്ലേ? പെട്ടെന്നാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത്. അവൻ വാഷ് ബേസിന്റെ അരികിലേക്ക് അവളുടെ കൈ നീട്ടിപ്പിടിച്ചു. മുറിവിലേക്ക് തണുത്ത വെള്ളം വീണതും ശ്രീനന്ദ കൈ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിട്ടുകൊടുക്കാതെ അഥർവ് ആ മുറിവ് വൃത്തിയായി കഴുകി തുടച്ചെടുത്തു. അപ്പോഴും രക്തം നിൽക്കുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുറിഞ്ഞിരുന്നു അവളുടെ കൈ. ശ്രീനന്ദയ്ക്ക് വേദന കൊണ്ട് കണ്ണ് നിറയുന്നുണ്ട്. അഥർവാണെങ്കിൽ എന്തോ വലിയ കുറ്റം ചെയ്തിട്ട് കുറ്റവാളിയെപ്പോലെ അവളെയൊന്ന് നോക്കാൻ പോലും കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. എവിടെ നോക്കിയോ മോള് നീ ഇതൊക്കെ അരിഞ്ഞത്? കത്തിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ? പോരാത്തതിന് നല്ല മൂർച്ചയുള്ള കത്തിയത്. പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇന്ദിര പോയി അവരുടെ റൂമിൽ നിന്ന് കോട്ടണും പഞ്ഞിയുമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അഥർവ്, നീ ഇത് മോളുടെ കയ്യിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കുക. മുറിവ് കെട്ടുന്ന സമയത്തൊന്നും അഥർവും ശ്രീനന്ദയും പരസ്പരം സംസാരിച്ചില്ല. ശ്രീനന്ദയാണെങ്കിൽ അഥർവിന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. അവൾക്ക് നല്ല വേദനയുണ്ട്. ഒപ്പം അഥർവ് ഒരു വാക്കുപോലും പറഞ്ഞ് സമാധാനിപ്പിക്കാത്തതിൽ പരിഭവവും. അതേസമയം അഥർവ് ചിന്തിച്ചത് താൻ അങ്ങനെയൊന്നും പിടിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെടാത്തതുകൊണ്ടാവും അവൾ ഒന്നും മിണ്ടാത്തത് എന്നായിരുന്നു. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും ഇന്ദിര വേഗം ആര്യൻകുട്ടന്റെ അടുത്തേക്ക് ചെന്നു. യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് അവനെ റെഡിയാക്കി. സ്കൂളിലേക്ക് അയക്കാനായി ഗേറ്റിനരികിലേക്ക് നടന്നു. ശ്രീനന്ദ നേരെ അവളുടെ മുറിയിലേക്ക് പോയി. അഥർവാണെങ്കിൽ വല്ലാത്ത ധർമ്മസങ്കടത്തിൽ നിൽക്കുവാണ്. ശ്രീനന്ദ പോയി അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പിന്നാലെ മുകളിലേക്ക് പോകാൻ തുടങ്ങിയ അഥർവിന് പിന്നിൽ നിന്ന് വിളിച്ചത് മാധവനാണ്. അഥർ, നീ ആഹാരം കഴിക്കുന്നില്ലേ? ഇപ്പൊ വരാ അച്ഛാ, ഒരു 5 മിനിറ്റ്സ്, അച്ഛൻ കഴിച്ചോ.
അതും പറഞ്ഞവൻ ശ്രീനന്ദയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. അതിർവ് ചെല്ലുമ്പോൾ ശ്രീനന്ദ മുറിവ് പറ്റിയ കൈ അല്പം മുകളിലേക്ക് നീക്കിപ്പിടിച്ച് തലേണയിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നതാണ് കണ്ടത്. നന്ദേ, സോറി. അത് പറയുമ്പോൾ അതിർവിന്റെ സ്വരം പതിഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ കൂടുതൽ ശക്തിയിൽ നിറഞ്ഞു. എടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. സത്യമായിട്ട് ഞാൻ കരുതിയില്ല ഇങ്ങനൊക്കെ ആകൂന്ന്. അത്രയും പറഞ്ഞിട്ടും ശ്രീനന്ദ അവനെയൊന്ന് മുഖം പോലും ഉയർത്തി നോക്കിയില്ല. അതോടെ അതിർവ് അവളെ ശ്രമപ്പെട്ട് മലർത്തിക്കെടുത്താൻ ശ്രമിച്ചു. എന്താ നന്ദ ഇത്? അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് നോക്കുമെങ്കിലും ചെയ്യ. അതിർവ് കെഞ്ചുന്നത് പോലെ പറഞ്ഞു. എന്റെ കൈ മുറിഞ്ഞിട്ട് ഏട്ടൻ എന്നെ ഒന്ന് സമാധാനിപ്പിച്ചു പോലും ഇല്ലല്ലോ. പോട്ടെ പോട്ടെ നന്ദേന്ന് ഒരു വാക്കെങ്കിലും പറഞ്ഞോ? അവൾ അങ്ങനെ ചോദിച്ചപ്പോഴാണ് അതിർവ് അതേപ്പറ്റി ഓർത്തത് പോലും. എടോ, പെട്ടെന്ന് ആ സമയത്ത് ഞാനങ്ങ് സ്റ്റക്കായിപ്പോയി. ഞാൻ അങ്ങനെ ഒന്ന് പിടിച്ചതുകൊണ്ടല്ലേ. തനിക്കിങ്ങനെ പറ്റിയെന്നോർത്ത് എന്റെ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. അതിർവന്റെ മനസ്സിലുണ്ടായിരുന്നത് കൃത്യമായി അവളോട് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. പകരം അവന്റെ അടുത്തേക്ക് കൂടുതൽ ചേർന്നിരുന്നു. സോറി. അതിർവ് വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ശ്രീനന്ദ കണ്ണ് ചിമ്മിക്കൊണ്ട് അവന്റെ തോളിലേക്ക് തലവെച്ച് കൂടുതൽ അവനോട് ചേർന്നിരുന്നു. എന്റെ നന്ദയ്ക്ക് വേദനിച്ചോ? അവൻ ചോദിച്ചതും അവളൊന്ന് കണ്ണു ചിമ്മി. ഇന്നലെ എന്തൊരു ഉറക്കമായിരുന്നു. ഞാൻ വന്നതുപോലും അറിഞ്ഞില്ലല്ലോ. അവന്റെ വാക്കുകളിലും ഒരു കുഞ്ഞി പരിഭവം. കുറേ നേരം നോക്കിയിരുന്നു, പിന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഏട്ടൻ ഒരുപാട് ലേറ്റ് ആയിട്ടാ വന്നതല്ലേ? ഒരു മീറ്റിംഗ്, അതല്പം നീണ്ടുപോയി. ഇന്നിനി ഓഫീസിൽ പോണോ ഏട്ടാ? പിന്നെ ഇന്നിപ്പോ ടീം ഹെഡിനെ എല്ലാം വിളിച്ചുകൂട്ടി നെക്സ്റ്റ് മീറ്റിംഗ്. ഷോ, ഇന്നും ലേറ്റ് ആവുമോ? നോക്കട്ടെ പെണ്ണെ, മാക്സിമം നേരത്തെ വരാം. യോ, ഏട്ടൻ ഓഫീസിൽ പോകണ്ടേ? എനിക്ക് നേരം വൈകും. അവൾ ചാടി എണീറ്റു. എന്നാൽ തന്റെ പെണ്ണിന്റെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ അവളെ അവന്റെ മടിയിലേക്ക് ഇരുത്തി. എങ്ങോട്ടായി പായുന്നേ? ഇത്തിരി നേരം എൻ്റെ കൂടെ ഇരിക്കുന്നന്തേ. കാതോരം അവന്റെ ശബ്ദം. നന്ദയാണെങ്കിൽ വിറങ്ങലിച്ചിരിക്കുകയാണ്. അവൻ ചുറ്റിപ്പിടിച്ച കൈകളിൽ അവൾ തന്റെ വിരൽ കൊണ്ട് ഒന്ന് കോറി. ശ്വാസം വിടുന്നില്ലേ പെണ്ണെ? വീണ്ടും അവന്റെ ശബ്ദം. ശ്രീനന്ദ പിടഞ്ഞു മാറാൻ ആവുന്ന പോലെ നോക്കുന്നുണ്ട്. പക്ഷെ അതിർവ് അവളെ തെല്ലിട പോലും ചലിക്കാൻ അനുവദിച്ചില്ല. ഏട്ടാ, അമ്മ വരും. അവൾ ഒരു പ്രകാരത്തിൽ ചാടി എണീറ്റു. എന്നിട്ട് മുറിയിൽ നിന്ന് ഓടിയിറങ്ങിപ്പോയി. അതിർവാണെങ്കിൽ അല്പം താമസാണ് അന്ന് ഓഫീസിലേക്ക് പോയത്. അവൻ പോയ ശേഷം ശ്രീനന്ദ നേരെ കിച്ചണിലേക്ക് ചെന്ന് ഇന്ദിരയെ സഹായിച്ചു. പിന്നെ മുറിയിലേക്ക് വന്നിരുന്ന് പഠിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇതിനോടിടയിൽ ശ്രീനന്ദയുടെ എക്സാം കഴിഞ്ഞ് അവൾക്ക് സെം ബ്രേക്കും കിട്ടി. സന്ധ്യ മയങ്ങിയ നേരം സിന്ധു ഗേറ്റിന്റെ അവിടെ നിന്ന് വഴിയിലേക്ക് നോക്കി നിൽക്കുവാണ്. സാക്ഷി സ്കൂൾ വിട്ടു വന്ന് ട്യൂഷൻ പോയിരിക്കുകയാണ്. 7 മണിയാവും അവൾ വരാൻ. മിക്കപ്പോഴും ട്യൂഷൻ സെന്ററിൽ നിന്ന് അവളെ വിളിച്ചോണ്ട് വരുന്നത് സജീവനാണ്. എന്താ സിന്ധു പുറത്തു നിൽക്കുന്നേ? ആരെല്ലാം നോക്കി നിൽക്കുവാണോ? മറ്റാരുമല്ല, അവരുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ നളിനി അമ്മായിയാണ്. സിന്ധുവിന് അവരെ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ കാണുമ്പോൾ വെറുതെ ചിരിക്കും, അത്ര തന്നെ. കാര്യം മറ്റൊന്നുമല്ല, നളിനിക്ക് ശ്രീനന്ദയോട് കുറച്ച് ഇഷ്ടവും സഹതാപവും ഒക്കെ കൂടുതലാണ്. സിന്ധു ശ്രീനന്ദയുടെ വിവരം വല്ലതും ഉണ്ടോ? അവൾക്ക് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ സുഖമാണോ? ശ്രീനന്ദയുടെ കാര്യം അറിയാനുള്ള ആകാംക്ഷയിൽ നളിനി സിന്ധുവിനോട് ചോദിച്ചു. നളിനി ചേച്ചി, ആ എരണം കെട്ടവളെക്കുറിച്ച് കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. ശ്രീനന്ദ വീട്ടിൽ വന്നു പോയ ശേഷം ഉണ്ടായ കലഹങ്ങളെല്ലാം ഓർമ്മ വന്നതും സിന്ധു ഉള്ളിൽ തികട്ടി വന്ന ദേഷ്യത്തോടെ നളിനിയോട് പറഞ്ഞു. എന്റെ പൊന്നു സിന്ധു, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ആ പെങ്കൊച്ച് നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തേ? നിങ്ങൾക്ക് നല്ലതല്ലേ അത് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ചെറുപ്പകാലം മുഴുവനും ഒരു അടുക്കളക്കാരിയെ പോലെ ഇവിടെ കിടന്ന് പണിയെടുത്തു. നിനക്കും ഭർത്താവിനും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി വെച്ച് വിളമ്പി. എന്നിട്ടും അവളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് നാണമാവുന്നില്ലേ? അവർ ചോദിച്ചതും സിന്ധു ഒന്നും മിണ്ടാതെ വെട്ടിത്തിരിഞ്ഞകത്തേക്ക് പോയി. നളിനി പിന്നീട് ഒന്നും പറയാതെ അവരുടെ വീട്ടിലേക്ക് നടന്നു. അല്പം കഴിഞ്ഞതും സിന്ധു വീണ്ടും ഗേറ്റിനരികിലേക്ക് വന്ന് നിന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ മൊബൈലിൽ സംഗീതയെ വിളിക്കുന്നുണ്ട്. സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി. ഇന്നിങ്ങ് വരട്ടെ അസത്ത്. 4 മണിക്ക് കോളേജ് വിട്ടതാ. എന്നിട്ടും 6 മണിയായിട്ടും അവൾക്ക് വീട്ടിൽ കയറിയ സമയമായില്ല. കുറച്ച് ദിവസമായി സംഗീതയ്ക്ക് താമസോരവ് തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ 1ഉം 2ഉം പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു അവൾ. ഇപ്പോഴിപ്പോൾ പറയുന്നത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ സംഗീതയുടെ ഉറ്റ സുഹൃത്ത് ആൻമരിയെ വിളിച്ച് സിന്ധു കാര്യം തിരക്കി. അവളിൽ നിന്നറിഞ്ഞത് അവർക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഇല്ലെന്നാണ്. സിന്ധുവിന്റെ ഹൃദയം ക്രമം തെറ്റിമിടിച്ചു. അവരുടെ ആ നിൽപ്പ് അങ്ങനെ തുടർന്നു.
ഏകദേശം 7 മണിയായപ്പോൾ സജീവൻ വന്നു. സജീവനൊപ്പം സാക്ഷിയും ഉണ്ടായിരുന്നു. നീ എന്താ സിന്ധു ഇവിടെ നിൽക്കുന്നത്? ഈ സന്ധ്യാനേരത്ത് എന്തിനാ ഈ വഴിവെക്കില്? അതുപിന്നെ സജീവേട്ടാ, സംഗീത ഇതുവരെ വന്നില്ല. അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് ഇന്നലെ പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ. നീ അതൊക്കെ ഇത്ര വേഗം മറന്നുപോയോ? സജീവൻ പറഞ്ഞതും സിന്ധു വല്ലായ്മയോടെ തലകുനിച്ചു. ഞാൻ അവളുടെ കൂട്ടുകാരി ആൻമരിയെ വിളിച്ചു ചോദിച്ചു. ആ കുട്ടി പറഞ്ഞത് അവർക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ക്ലാസ്സേ ഇല്ലെന്നാ. മാത്രമല്ല, ഇന്ന് സംഗീത കോളേജിൽ നിന്ന് അരമണിക്കൂർ നേരത്തെ പോയെന്നും പറഞ്ഞു. കൊള്ളാം. ഇതൊക്കെ കേട്ടിട്ടും എന്നെ ഒന്നും വിളിച്ചു പറയാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലേ നിനക്ക്? സജീവൻ അത് ചോദിച്ചുകൊണ്ട് അലറിയപ്പോഴാണ് സിന്ധുവും അതേപ്പറ്റി ഓർത്തത്. അതുപിന്നെ സജീവേട്ടാ, സിന്ധു എന്തോ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അയാൾ ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങി. എവിടെ പോയി അന്വേഷിക്കണമെന്നോ ആരോട് ചോദിക്കണമെന്നോ ഒന്നും യാതൊരു നിശ്ചയവുമില്ലായിരുന്നു അയാൾക്ക്. സജീവൻ സംഗീത പഠിച്ച കോളേജിന്റെ പരിസരത്തൊക്കെ പോയി അവളെ അന്വേഷിച്ചു. ഫോട്ടോ കാണിച്ചു. 1-2 കടക്കാരോട് ചോദിച്ചു. അവരാരും അവളെ കണ്ടിട്ടില്ല എന്നായിരുന്നു മറുപടി. ഏകദേശം 8 മണിയായി സമയം. സിന്ധുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. അവർ രൂക്ഷമായി സാക്ഷിയെ നോക്കി. അമ്മ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? നോക്ക് സാക്ഷി, നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞു. വെറുതെ ചേച്ചിയെ രക്ഷിക്കാൻ നിന്നാലുണ്ടല്ലോ, കൈ നിവർത്തി 2 തരും ഞാന്. അമ്മ എന്തിനാ ഇപ്പൊ എന്നോട് തട്ടിക്കേറുന്നത്? ഞാൻ എത്ര നാളുകളായി അമ്മയോട് പറയുന്നു ചേച്ചിയുടെ വരവും പോക്കും ഒന്നും അത്ര നല്ലതല്ലെന്ന്. മാത്രമല്ല, ചേച്ചി രാത്രി പലരെയും ഫോൺ വിളിക്കാറുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോ അമ്മ എന്താ പറഞ്ഞേ? അതൊക്കെ അവളുടെ കൂട്ടുകാരായിരിക്കും. നീ അവളുടെ കാര്യത്തിലൊന്നും കയറി ഇടപെടേണ്ടെന്നല്ലേ? എന്നിട്ടിപ്പോ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സാക്ഷി എടുത്തടിച്ചതുപോലെ ചോദിച്ചതും സിന്ധുവിന് പറയാൻ മറുപടിയില്ലാതായിപ്പോയി. സത്യമാണ്, താൻ ഏറെ പുന്നാരിച്ച് വളർത്തിയ തന്റെ മകളാണ് സംഗീത. അവൾ ഒരിക്കലും അങ്ങനെയുള്ള അവിവേകങ്ങളൊന്നും കാണിക്കില്ലെന്നായിരുന്നു തന്റെ വിചാരം. പക്ഷേ തനിക്ക് അടിപതറി. എന്തോ അശുഭകരമായത് സംഭവിക്കാൻ പോകുന്നുവെന്ന് സിന്ധുവിന്റെ ഉള്ളം മന്ത്രിച്ചു. സമയം പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സിന്ധു ഫോണെടുത്ത് സജീവനെ വിളിച്ചു. ഹലോ സജീവേട്ട, എന്തെങ്കിലും വിവരം കിട്ടിയോ സംഗീതയെക്കുറിച്ച്? ചോദിക്കുമ്പോൾ സിന്ധുവിന്റെ സ്വരം ഇടറിപ്പോയിരുന്നു. ഇല്ല സിന്ധു, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? മോളെ കാണാനില്ലെന്ന് പറഞ്ഞ്. സിന്ധു അത് പറഞ്ഞപ്പോഴാണ് സജീവനും അതേപ്പറ്റി ആലോചിച്ചത്. ഇത്രയും നേരം ടെൻഷനിടയിൽ അയാൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോകാം. സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് സജീവൻ വീട്ടിൽ വന്നു. ആരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. അന്തരീക്ഷം വല്ലാതെ മൂകമായിരുന്നു. ഏകദേശം രാത്രി 10 മണിയായിട്ടും അവരാരും ഉറങ്ങാതെ ആ വീടിന്റെ പല ഭാഗത്തായി ഇരിക്കുവാണ്. ഇതിനോടകം തന്നെ സംഗീതയെ കാണാനില്ലെന്ന വാർത്തയറിഞ്ഞ് ചില അയൽക്കാരും വീട്ടുമുറ്റത്ത് വന്നും നിൽപ്പുണ്ട്. പെട്ടെന്നാണ് സജീവന്റെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നത്. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാനായിരുന്നു കോളിൽ പറഞ്ഞത്. സജീവനും സിന്ധുവും സാക്ഷിയും 1-2 നാട്ടുകാരും ചേർന്ന് നേരെ സ്റ്റേഷനിൽ പോയി. അവിടെ കണ്ട കാഴ്ചയിൽ സിന്ധു അടിമുടി വിറച്ചുപോയി. സംഗീത മാത്രമല്ല, അവൾക്കൊപ്പം ഒരു ചെക്കനുണ്ട് സ്റ്റേഷനിൽ. സജീവൻ അകത്തേക്ക് കയറി ചെന്നതും SI പുറത്തേക്ക് ഇറങ്ങി വന്നു. സിന്ധു അവളെ തല്ലാനേ മുന്നോട്ട് ചെയ്യുന്നതും ഒരു വനിതാ പോലീസ് സിന്ധുവിനെ തടഞ്ഞു നിർത്തി. ഞങ്ങൾക്ക് ഇവരെ കിട്ടിയത് 3-6-ന് പോകുന്ന ഒരു ബസ്സിൽ നിന്നാ. ഈ കുട്ടിയെ കാണാനില്ലെന്ന് ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ പല സ്ഥലങ്ങളിലും ചെക്കിങ് ആരംഭിച്ചിരുന്നു. അപ്പോഴാ അറിയുന്നേ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞെന്ന്. സിന്ധു, സജീവനും സാക്ഷിയും അവർക്കൊപ്പം വന്ന നാട്ടുകാരും എല്ലാരും ഒരുപോലെ ഞെട്ടിപ്പോയി. സാർ, ഇല്ല സാർ. സിന്ധു എന്തോ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അവരുടെ കല്യാണം കഴിഞ്ഞതിന്റെ രേഖയുണ്ട്. കഴിഞ്ഞ 1 മാസമായി ഈ കുട്ടി ഇയാളുടെ ഭാര്യയാണ്. പോലീസുകാരിൽ നിന്ന് കേട്ട വാക്കുകളിൽ തറഞ്ഞു നിന്നുപോയി സിന്ധു. അവരുടെ കണ്ണിലൂടി 2 തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി. സിന്ധു വിശ്വാസം വരാത്ത പോലെ സംഗീതയെ നോക്കി. അവൾ മുഖം കുനിച്ചു കളഞ്ഞു. തുടരും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും അല്ലേ? കഥ വായിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.